റിലേഷൻ. എന്താണ് റിലേഷൻ? നമുക്കിങ്ങനെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് പി തന്നിട്ടുണ്ട്, സെറ്റ് ക്യൂ തന്നിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് സെറ്റ് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. കൺസിഡർ സെറ്റ് പി. കൺസിഡർ സെറ്റ് പി. അതിൽ എ ബി സി ഉണ്ട്. ക്യൂ അലി, ബാനു, ബിനോയ്, ചന്ദ്രൻ, ദിവ്യ. നമ്മളങ്ങനെ എന്താണ് മാപ്പ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് പി ആൻഡ് ക്യൂ 15 ഓർഡേഡ് പേരുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. 3 × 5 നമുക്ക് എത്ര കിട്ടും? 15 ഓർഡേഡ് പേര്. ഇനി നമ്മൾ എ അലീന്നും ബി സ്മോൾ എ ബാനു, എ ബിനോയ്, സി ദിവ്യ അങ്ങനെ പറഞ്ഞുണ്ട്. അടുത്ത് ഇതിനുള്ളിൽ നിന്നൊരു സബ്സെറ്റ് പി ആൻഡ് ക്യൂ നമ്മൾ എടുക്കുകയാണ്. റിലേഷൻ ആർ ബിറ്റ്വീൻ ദ ഫസ്റ്റ് എലമെന്റ് എക്സ് ആൻഡ് ദ സെക്കൻഡ് എലമെന്റ് വൈ. അതായത് ഇതിലുള്ള എക്സ്, ഇതിലുള്ളതാണ് വൈ. ഇത് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. നമുക്ക് ഒരു പാറ്റേൺ കാണുമ്പോൾ അറിയാം. എ എന്ന് പറഞ്ഞാൽ അലി എന്ന് പറയുമ്പോൾ എന്തോ ഒരു പാറ്റേൺ ഉണ്ട്. കാരണം ഫസ്റ്റ് ലെറ്റർ എ തുടങ്ങുന്ന അലിയാണ്, ബി തുടങ്ങുന്ന ബാനുവാണ്, അതുപോലെ ബി തുടങ്ങുന്ന ബിനോയ് ആണ്, സി തുടങ്ങുന്ന എന്താണ്? ചന്ദ്രയാണ്. ഓക്കെ. അപ്പൊ അതായത് നമ്മളിങ്ങനെ ഒരു റിലേഷൻ, അതായത് നമുക്ക് ഓർഡേഡ് പേരുണ്ട്, അതിലെല്ലാത്തിനും തമ്മിലൊരു പ്രോപ്പർ റിലേഷൻ ഇല്ല. 15 സെറ്റ് ഉണ്ട്. ഈ 15 സെറ്റിൽ നിന്ന് ഞാൻ സെലക്റ്റഡ് ആയിട്ട് 1-2 എടുക്കുകയാണ്. പ്രത്യേകത എന്താണ്? ആർ എക്സ് വൈ എന്താണ്? എക്സ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ. എന്താണ്? എക്സ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി നെയിം. എന്താണ്? എക്സ് വൈ. എക്സ് ബിലോങ് ടു പി, വൈ ബിലോങ് ടു. എന്താണ്? എക്സ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ നെയിം വൈ. അപ്പം വൈയിലുള്ള നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണിത്. അപ്പോൾ എക്സ് ബിലോങ് ടു പി, വൈ ബിലോങ് ടു ക്യൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഏതായിരിക്കും? എ അലിയാണ്. അത് ഇതിൽ അലിയുടെ ഫസ്റ്റ് ലെറ്റർ ആണ്. അപ്പോൾ എ അലി, ബി ബാനു, ബി ബിനോയ്, സി ചന്ദ്ര. ഓക്കെ. അത് നമുക്ക് ആരോ ഡയഗ്രാം വഴി നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഇപ്പം ഈ എക്ക് അലിയോട് റിലേഷൻ ഉണ്ട്, ബിക്ക് ബാനുവിനോടും ബിനോയോട് റിലേഷൻ ഉണ്ട്, സിക്ക് ചന്ദ്രയോട് റിലേഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് ഡെഫിനിഷൻ? എ റിലേഷൻ ഫ്രം എ നോൺ എം ടി സെറ്റ് ടു എ നോൺ എം ടി സെറ്റ് എന്ന് വെച്ചാൽ എലമെന്റ് കാണണം. ഇസ് എ സബ്സെറ്റ് ഓഫ് ദി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ടു ബി. അവിടെ നമുക്ക് എ ടു ബിയിൽ 15 എണ്ണം ഉണ്ട്. ആ 15 എണ്ണത്തിലെ 4 എണ്ണമേ ഈ ഒരു സ്പെസിഫിക് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അതായത് ഈ ഗിവണിനുള്ളിൽ ഏതാണ്? 4 എണ്ണം ഈ ഒരു റിലേഷൻ എന്ത് ചെയ്യുന്നുള്ളൂ? സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ദ സബ്സെറ്റ് ഓഫ് ഈസ് the subset is derived by describing the relation between the first element and the second element of the ordered pair. The second element is called the image of the first element. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയാം? സെക്കൻഡ് എലമെന്റ് ഇതിന്റെ എന്താണ്? ഇമേജ് എന്ന് പറയുന്നത്. ഈ അലി എന്ന് പറയുന്നത് എയുടെ എന്താണ്? ഇമേജ് ആണ്. അടുത്തത് ബാനു എന്ന് പറയുന്നത് ബിയുടെ എന്താണ്? ഇമേജ് ആണ്. ബിനോയ് എന്ന് പറയുന്നത് ബിയുടെ ഇമേജ് ആണ്. ചന്ദ്ര എന്ന് പറയുന്നത് സിയുടെ എന്താണ്? ഇമേജ് ആണ്. അങ്ങനെ നമുക്ക് പറയാം. അടുത്തത് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദി ഓർഡേഡ് പെയർ ഫ്രം സെറ്റ് എ ടു സെറ്റ് ഈസ് കോൾഡ് ഡൊമൈൻ. അടുത്ത് ശ്രദ്ധിച്ചോണം. അതിൽ ആദ്യത്തെ എലമെന്റിനെ, അതായത് നമ്മുടെ സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി കിടക്കുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡൊമൈൻ എന്ന് വിളിക്കുന്നു. അപ്പം ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡൊമൈൻ. സെറ്റ് ഓഫ് എക്സ് ഡൊമൈൻ. അടുത്ത എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ് ഈസ് കോൾഡ് റേഞ്ച്. ഓക്കെ. ഹോൾ സെറ്റ് ഓഫ് ബി ഈസ് കോൾഡ് നമ്മൾ എന്തെന്ന് പറയുന്നു? കോഡൊമൈൻ. ശ്രദ്ധിച്ചോണം. അപ്പം സെറ്റ് ഓഫ് ബി ആണ് എന്തെന്ന് പറയുന്നത്? റേഞ്ച്. അപ്പം ഈ അലിയും ബിനോയും ഇവിടെ വരുന്ന ആരൊക്കെ ആയിരിക്കും? ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? കോ ഡൊമൈൻ എന്ന് പറയുന്നു. ഓക്കെ. ശ്രദ്ധിക്കുക. ഈ ഒരു എലമെന്റിനെ മൊത്തത്തിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? കോഡൊമൈൻ. പക്ഷേ ഈ ഒരു റിലേഷൻ ഉള്ളതിനെ മാത്രം നമ്മൾ എന്തെന്ന് പറയുന്നു? ഈ ഇത്ര എണ്ണത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? റേഞ്ച്. കാരണം ആ കോഡൊമൈനിൽ അത്ര എലമെന്റ് വേറെ സെറ്റ് എയിലുള്ള എന്തിൻ്റെയോ എന്തുള്ളൂ? ഇമേജ് ഉള്ളൂ. ഏതൊക്കെയാണ്? അലി, അതിപ്പോ ഞാൻ കളർ ആയിട്ട് കാണിച്ചു തരാം. അലി, ബാനു, ഓക്കെ അണ്ടർലൈൻ ചെയ്താൽ മതി. അലി, ബാനു, ബിനോയ്, ചന്ദ്ര. അതത്ര എന്താണ്? റേഞ്ച് ആണ്. പക്ഷെ ബാക്കി കംപ്ലീറ്റ് എന്താണ്? കോഡൊമൈനാണ്. ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ് ഫ്രം സെറ്റ് ബി ഈസ് കോൾഡ് റേഞ്ച്. ദ ഹോൾ സെറ്റ് ഓഫ് ബി ഈസ് കോൾഡ് കോഡൊമൈൻ. അടുത്ത നമ്മൾ എന്താണ് അറിയേണ്ടത്? റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. നമ്മളവിടെ എഴുതുന്ന എന്താണ്? റേഞ്ച് ഈസ് എ. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? കോഡൊമൈൻ്റെ എന്താണ്? സബ്സെറ്റ് ആണ്. അടുത്തത് എ റിലേഷൻ മേ ബി റെപ്രസെന്റ് അൾജിബ്രിക്കലി ഐദർ ബൈ ദ റോസ്റ്റർ മെത്തേഡ് ഓർ ബൈ സെറ്റ് ബിൽഡർ മെത്തേഡ്. ഓക്കെ. റോസ്റ്റർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയർ ബൈ പെയർ എഴുതുക. സെറ്റ് ബിൽഡർ മെത്തേഡ് റിലേഷൻ എഴുതുക. ആരോ ഡയഗ്രാം ഈസ് എ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് എന്താണ്?
റിലേഷൻ. ഇതാണ് ജസ്റ്റ് ബേസിക് എങ്ങനെയാണ് ഒരു റിലേഷൻ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് എന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ളത്. The total number of relation that can be defined from set A to set B is the number of possible subsets of A cross B. അതായത് N of Aയിൽ P ഉണ്ട്, N of Bയിൽ Q ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? A ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്? PQ. അതായത് A ക്രോസ് ബി എന്ന് പറയുന്നതിൽ എത്ര എലമെന്റ് ഉണ്ട്? PQ എലമെന്റ് ഉണ്ട്. ശ്രദ്ധിക്കണം, എത്രയാണ്? എയിൽ P എലമെന്റ്, Qയിൽ P എലമെന്റ് ഉണ്ടെങ്കിൽ A ക്രോസ് ബിയിൽ PQ ഉണ്ട്. അടുത്ത് അതിനെ റിലേഷൻ ആക്കാന്ന് എത്ര എണ്ണം ഉണ്ട്? നമുക്കതിന് പെയർ ആയിട്ട് എടുക്കാം, പക്ഷെ ഇതിന് റിലേഷൻ കാണും. എത്ര എണ്ണം ഉണ്ട്? 2⁻PQ. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, ഈ ഒരു എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. അതായത് ആദ്യത്തേൽ പിയും രണ്ടാമത്തേൽ Q എലമെന്റും ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ പോസിബിൾ എന്ന് പറയുന്നത് എത്രയാണ്? 2⁻. നമ്മുടെ ആകെ എത്ര എലമെന്റ് ഉണ്ട്? PQ പെയർ ഉണ്ട്. ഈ PQ പെയറിൽ ഏത് രണ്ട് പെയർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? റിലേഷൻ. അതുകൊണ്ടാണ് 2⁻PQ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ. A relation R from A to A is stated as a relation on A. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, A to Aയിലും നമുക്ക് അതുപോലെ ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലോട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിലേഷൻ പറയുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും.